बिहारी जय गोपी जनवल्लभा गिरिवरधारी यशोदनन्दन व्रज जनरञ्जन जय मन बीरावनचारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय जगन्नाथ जगन्नाथ बलदेवा जय सुभद्रमया जय गौरानिताय गौरानिताय जय गौरानिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 4-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം. ദൃഷ്ടാനുയാന്തം ഋഷിമാത്മജമവ്യനഗ്നം ദേവ്യോ ഹിയാ പരിതധൂർണസുതസ്യ ചിത്രം തദ്ദേശ പൃച്ഛതി മനോ ജഗദുസ്തവാസ്തി സ്ത്രീഭുംവിധാനസു സുതസ്യ വിവിക്തദൃഷ്ടേ ദൃഷ്ടാനുയാന്തം ഋഷിമാത്മജമവ്യനഗ്നം ദേവ്യോ ഹിയാ പരിതധൂർണസുതസ്യ ചിത്രം തദ്ദേശ പൃച്ഛതി മനോ ജഗദുസ്തവാസ്തി സ്ത്രീഭുംവിധാനസു സുതസ്യ വിവിക്തദൃഷ്ടേ ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഗ്നിശലാകയാ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന തസ്मै നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭക്തിമേ ജഗന്നാഥസ്വാമിനായ നമോ ആചാര്യപാദായ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭക്തിവേദാന്തസ്വാമിനായ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ സുഖിനേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പോ 4-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. ഒന്നുകൂടെ വായിക്കാം. ദൃഷ്ടാനുയാന്തം ഋഷിമാത്മജമവ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിതധൂർണസുതസ്യ ചിത്രം തദ്ദേശ പൃച്ഛതി മനോ ജഗദുസ്തവാസ്തി സ്ത്രീഭുംവിധാനസു സുതസ്യ വിവിക്തദൃഷ്ടേ. ദൃഷ്ട ദർശിക്കയാൽ, അനുയാന്തം പിന്തുടരുന്നു, ഋഷി ആത്മജം അദ്ദേഹത്തിന്റെ പുത്രൻ, അഭി അങ്ങനെയായിരുന്നാലും, ആ നഗ്നമല്ലാത്ത, ദേവ്യ സുന്ദരികളായ കന്യകമാർ, ഹ്രിയ ലജ്ജയാൽ, പരിദധു ശരീരം മറച്ചു, ന അല്ല, സുതസ്യ പുത്രന്റെ, വിവിക്ത പവിത്രീകരിച്ചു, ദൃഷ്ടേ ദർശിക്കുന്ന ഒരുവന്റെ. വിവർത്തനം. തന്റെ പുത്രനെ അനുഗമിക്കുന്ന ശ്രീ വ്യാസദേവനെ ദർശിച്ചയുടൻ ശ്രീ വ്യാസദേവൻ സ്വയം നഗ്നനല്ലായിരുന്നിട്ടും നഗ്നരായി സ്നാനം ചെയ്തുകൊണ്ടിരുന്ന യുവതികളായ യുവകന്യകമാർ ലജ്ജയാൽ അവരുടെ മേനിയെ ആടകളാൽ ആവരണം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രൻ അതുവഴി പോയപ്പോൾ അവർ അപ്രകാരം ചെയ്തില്ല. ഇതേക്കുറിച്ച് മുനി ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ പവിത്രീകരിക്കപ്പെട്ടവനാകയാൽ അവൻ അവരെ കണ്ടപ്പോൾ സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള വേർതിരിവ് കാണുന്നില്ല എന്നും
എന്നാൽ മുനിക്ക് അത്തരം വേർതിരിവ് ഉണ്ടെന്നും യുവതികൾ പ്രതികരിച്ചു. ഭാവാർത്ഥം: ഭഗവത്ഗീത 5:18 ഇപ്രകാരം പ്രസ്താവിക്കുന്നു: വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണരിലും ഗോവിങ്കലും ചണ്ടാളനിലും നായയെ ഭക്ഷിക്കുന്നവർ, നായയിലും ആത്മീയ വീക്ഷണമുള്ള ജ്ഞാനികൾ തുല്യദർശനം ഉള്ളവരാകുന്നു. ശ്രീ ശുകദേവ ഗോസ്വാമി ഈ അവസ്ഥ പ്രാപ്തമാക്കി. ആകയാൽ അദ്ദേഹം സ്ത്രീയെയും പുരുഷനെയും ദർശിക്കുന്നില്ല. സമസ്ത ജീവജാലങ്ങളെയും വ്യത്യസ്ത ആടകളിൽ അദ്ദേഹം ദർശിക്കുന്നു. ഒരു ശിശുവിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് ശിശു എത്രത്തോളം നിഷ്കളങ്കനാണെന്ന് മനസ്സിലാവുന്നത് പോലെ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വ്യക്തിയുടെ മനസ്സ് അയാളുടെ ചേഷ്ടയിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ശ്രീ ശുകദേവ ഗോസ്വാമി 16 വയസ്സുള്ള യുവ ബാലനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണ വളർച്ച പ്രാപിച്ചുവെന്ന് മാത്രമല്ല, ആ സ്ത്രീകളെ പോലെ അദ്ദേഹവും നഗ്നനായിരുന്നു. എന്നാൽ ശ്രീ ശുകദേവ ഗോസ്വാമി ലൈംഗിക ബന്ധങ്ങൾക്ക് അതീന്ദ്രനായാൽ അദ്ദേഹം നിഷ്കളങ്കനായി പ്രാദുർഭവിച്ചു. യുവതികൾ ആ സവിശേഷ യോഗ്യതയാൽ തൽക്ഷണം ഇത് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തെ അവർ ഗൗരവമായിട്ടെടുത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് കടന്നുപോയപ്പോൾ അവർ ശീഘ്രം ആടകൾ അണിഞ്ഞു. യുവതികൾ തിരിച്ചും അദ്ദേഹത്തിന്റെ പുത്രിമാരെ പോലെയോ പൗത്രിമാരെ പോലെയോ ഒക്കെ ആണെന്നിരിക്കലും ശ്രീ വ്യാസദേവൻ ഗൃഹസ്ഥാശ്രമിയായി അവതരിച്ചിരിക്കയാൽ സാമൂഹ്യ മര്യാദ അനുസരിച്ച് അവർ വ്യാസദേവന്റെ സാമീപ്യത്തിന് അനുചിതനായി പ്രതികരിച്ചു. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള വേർതിരിവുണ്ടാകണം. അല്ലാത്ത പക്ഷം അയാൾക്ക് ഒരു ഗൃഹസ്ഥാശ്രമി ആയിരിക്കുക സാധ്യമല്ല. ആകയാൽ സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള യാതൊരു അഭിനിവേശവും കൂടാതെ ശരീരവും ആത്മാവും തമ്മിലുള്ള വേർതിരിവ് അറിയാൻ ഒരാൾ നിശ്ചയമായും യത്നിക്കണം. അവിധമുള്ള വേർതിരിവ് നിലനിൽക്കുന്നിടത്തോളം കാലം ശുകദേവ ഗോസ്വാമിയെ പോലെ ഒരു സന്യാസിയായി തീരുവാൻ ഒരുവൻ ഒരിക്കലും ഉദ്യമിക്കരുത്. കുറഞ്ഞപക്ഷം തത്വത്തിലെങ്കിലും ജീവാത്മാക്കൾ സ്ത്രീയോ പുരുഷനോ അല്ലെന്ന് ഒരാൾ നിശ്ചയമായും നിരാപേക്ഷമായും മനസ്സിലാക്കണം. എതിർലിംഗത്തെ ആകർഷിക്കാനായി ഭൗതിക പ്രകൃതിയുടെ പദാർത്ഥത്താൽ ബാഹ്യാവരണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ലൈംഗിക ആകർഷണത്തിൽ വ്യാമോഹിതരായി കെണിയിൽപ്പെട്ട ഈ ഭൗതിക അസ്തിത്വത്തിൽ ഒരാൾ നിൽക്കുന്നു. ഈ അസന്മാർഗ വേർതിരിവിന് ഉപരിയാണ് ഒരു മുക്താത്മാവ്. അയാൾ ഒരു ജീവാത്മാവിനെ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദർശിക്കുന്നില്ല. അയാൾക്ക് അവയെല്ലാം ഏകവും ഒരേ സത്തയുമാകുന്നു. ആത്മീയ വീക്ഷണത്തിന്റെ പരിപൂർണത മോക്ഷാവസ്ഥയാകുന്നു. ശ്രീ ശുകദേവ ഗോസ്വാമി ആ അവസ്ഥ പ്രാപ്തമാക്കി. ശ്രീല വ്യാസദേവൻ അതീന്ദ്ര പദവിയിലാണെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ സാമാന്യ ആചാര്യ മര്യാദ അനുസരിക്കാൻ മുക്താത്മാവായി ഭാവിച്ചിട്ടില്ല. അപ്പോ ഇവിടെ നമ്മുടെ ശ്രീരൂപ ഗോസ്വാമിയുടെ അഭിപ്രായത്തില് നമ്മളാരും വലിയ പ്രബോധകരായി കാണരുത്. നമ്മൾ എപ്പോഴും ആചാര്യന്മാരുടെ പാത പിന്തുടരുന്നവരായിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ആചാര്യന്മാരുടെ കയ്യിലെ ഉപകരണങ്ങളാണ്. ആ ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും വായിച്ചറിഞ്ഞതും നമുക്ക് ചുറ്റുമുള്ള വൈഷ്ണവരിൽ നിന്നും കേട്ടറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. അപ്പോ ഭാഗവതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ സാഹിത്യ അവതാരമാണ്. ഇവിടെ ഭഗവാൻ 1ഉം 2ഉം സ്കന്ധം വന്നിട്ട് ഭഗവാന്റെ പാദപങ്കജങ്ങളാണ്. അതിൽ 1ആം സ്കന്ധമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. 1ആം സ്കന്ധം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അഹേതുകമായ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതം നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഭാഗവത്തിലെ അവതാരികയില് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഭാഗവതം എപ്പോഴും ഒരു ഭാഗവത വ്യക്തിയിൽ നിന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഭാഗവത വ്യക്തി എന്ന് പറഞ്ഞാൽ ഭാഗവത അനുസൃതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോ
ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായത്തില് നമ്മുടെ ഭക്തന്മാര്, അതായത് നമ്മുടെ ഭക്തന്മാരിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യങ്ങളായിരിക്കണം, അല്ല, ഭക്തന്മാരിൽ നിന്ന് വേണം നമ്മൾ ഭാഗവതം കേൾക്കാൻ. അപ്പം ഭക്തന്മാരിൽ നിന്നും ഭാഗവതം ഒരാൾ ശ്രവണം ചെയ്യുമ്പോൾ നമുക്ക് 2 എഫക്ട്സ് ഉണ്ടാകും. അതായത് ഭാഗവതം വന്നിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഭാഗവതം ഭഗവാന്റെ കഥ നുകരുകയാണ്. അപ്പോൾ ആ ഭഗവാന്റെ കഥ നുകരുന്നത് നമ്മൾ എപ്പോഴും ചെവിയിലൂടെ ആയിരിക്കണം. അപ്പോൾ ഈ ഭാഗവത കഥ നുകരുമ്പോൾ അതിന് 2 എഫക്ട്സ് ഉണ്ട്. ഒന്നാമത്തത്, നമ്മള് ജീവാത്മാവ് ഭൗതിക ലോകത്ത് വന്നിട്ട് ഇതാണ്, ഭൗതിക ബന്ധങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു ബദ്ധാത്മാവ് ഭാഗവത ശ്രവണത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഭാഗവത ശ്രവണത്തിലൂടെ അങ്ങനെ ഒരു ബദ്ധാത്മാവ് ഇത് മുക്തി നേടുന്നു. മുക്തി നേടുന്നത് മാത്രമല്ല, അതിലൂടെ ഭഗവാന്റെ പാദങ്ങളിൽ ഭഗവത്ധാമത്തിൽ എത്താൻ സാധിക്കുന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, 5 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത്, ഒന്ന്, നമ്മുടെ ആരാധ്യ ഭഗവാൻ കൃഷ്ണനാണ്. പിന്നെ നമ്മുടെ ആത്മീയ ധാമം എന്ന് പറയുന്നത് വൃന്ദാവനമാണ്. അതുപോലെ ഗോപീസ് ആണ് ഏറ്റവും ഉന്നതരായ ഭക്തർ. പിന്നെ നമ്മുടെ ടോപ്പ് മോസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണ പ്രേമമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ചൈതന്യ മഹാപ്രഭു ഒരു ഭഗവാനായിരുന്നിട്ട് കൂടി നമുക്ക് ഇത് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഈ 5 കാര്യങ്ങളും അത്രയും പ്രധാനപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങളും ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ഏതൊക്കെ? ആരാധ്യ ഭഗവാനാണ്, വൃന്ദാവനം, ഗോപീസ്, പിന്നെ ശ്രീമദ് ഭാഗവതം, കൃഷ്ണപ്രേമം. ഇതെല്ലാം ഈ 5 കാര്യങ്ങളും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഭാഗവത്തെ കുറിച്ച് മറ്റു ആചാര്യന്മാരും പറയുന്നുണ്ട്. നമ്മുടെ ശ്രീരൂപ ഗോസ്വാമി പറയുന്നുണ്ട്, നമ്മുടെ ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, 64 ഭക്തിയുടെ സേവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതില് 5 എണ്ണം, പ്രധാനപ്പെട്ട 5 എണ്ണം പറയുന്നുണ്ട്. ഹോളി നെയിം, ശ്രീ ഭാഗവത പാരായണം, വൈഷ്ണവ സേവ. അപ്പോൾ ഇതിലും ഭാഗവതത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നത്, എന്റെ ജന്മങ്ങളെ കുറിച്ചും കർമ്മങ്ങളെ കുറിച്ചും എന്റെ ലീലകളെ കുറിച്ചും കേൾക്കുന്ന ഒരാൾ ഭഗവത്ധാമം പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവത്തെ കുറിച്ച് ഒരുപാട് ആചാര്യന്മാര് ഭാഗവത ശ്രവണത്തെ കുറിച്ച് പറയുന്നുണ്ട്. സനാതന ഗോസ്വാമി പറയുന്നുണ്ട്, വൈദിക സാഹിത്യങ്ങളിലെ എന്ന് പറയുന്നത് ഒരു ഡിസയർ ട്രീ ആണ്. അതിലെ പരിപക്വ ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ശ്രീമദ് ഭാഗവത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം ഉണ്ട്. പിന്നെ അടുത്ത് നമ്മള് ഭാഗവതത്തില് 1-ാം സ്കന്ധത്തിലാണെങ്കിൽ ഭഗവാന്റെ അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം ഭഗവാനാണ് എല്ലാത്തിലും ഉപരിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് 1-ാമത്തെ അധ്യായത്തില് നൈമിഷാരണ്യത്തിലെ ഋഷിമാര് ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ സൂത ഗോസ്വാമി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം ശൗനക ഋഷി വീണ്ടും 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആരോട്? സൂത ഗോസ്വാമിയോട് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ശ്രീമദ് ഭാഗവതം. പിന്നെ പരിഷത്ത് രാജാവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് പരിഷത്ത് രാജാവിന് ശ്രീമദ് ഭാഗവതം കേൾക്കാനിടയായത്? അത് പറയുന്നുണ്ട്. അത് പോയിട്ട് ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ ശ്ലോകത്തില് നമ്മുടെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നമ്മുടെ ശുകദേവ ഗോസ്വാമി എല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അതീന്ദ്രനാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. അതീന്ദ്രമാണെന്ന് പറയുന്നത് ഈ ശ്ലോകം. അപ്പൊ ഈ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തില്
നമ്മുടെ ശ്രീല പ്രഭുപാദ ഭഗവത്ഗീതയിലെ 5:18 പറയുന്നുണ്ട്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനീ ജൈവ സുജാജൈവ പണ്ഡിത സംദർശന പറയും. അപ്പോ ഒരു യഥാർത്ഥ പണ്ഡിതൻ വന്നിട്ട് ഒരു ബ്രാഹ്മണനെയും പശുവിനെയും നായയെയും ചണ്ടാളിനെയും ഒരേ ദൃഷ്ടിയോടെയാണ് കാണുന്നത്. അപ്പോൾ ഒരു അതീന്ദ്ര ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ വന്നിട്ട് ബ്രാഹ്മണനും ചണ്ടാളനും എല്ലാവരും ഒരുപോലെയാണ്. കാരണം അദ്ദേഹത്തിന് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളിലും, ഭഗവാനാണ് പരമാത്മാവായിട്ട് കുടികൊള്ളുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു പണ്ഡിതൻ എപ്പോഴും എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അതായത് നമ്മുടെ ഒരു ബ്രാഹ്മണനായാലും ഒരു നായയായാലും രണ്ടുപേരുടെയും ശരീരം രണ്ട് രീതിയിലായിരിക്കും. എന്നാൽ ഭഗവാൻ പരമാത്മാവായിട്ട് രണ്ടുപേരുടെ ശരീരത്തിൽ ജീവാത്മ പരമാത്മാക്ക് അവർക്ക് ആത്മീയ രൂപമാണുള്ളത്. പക്ഷെ ഈ ഭൗതിക ബാഹ്യമായ ആവരണം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു അതായത് ജീവാത്മാവിന്റെ ബോധം വന്നിട്ട് ഒരു ശരീരത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് പരമാത്മാവ് വന്നിട്ട് എല്ലാ ശരീരത്തിലും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാളിന് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സുഖദേവ ഗോസ്വാമി ഈ ഇതിൽ നിന്നും മുക്തി നേടിയ ആളാണ് സുഖദേവ ഗോസ്വാമി. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, സുഖദേവ ഗോസ്വാമി 16 വയസ്സുള്ള യുവ ബാലനായിരുന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്നു. മാത്രമല്ല ആ സ്ത്രീകളെ പോലെ അദ്ദേഹവും നഗ്നനായിരുന്നു. എന്നാൽ സുഖദേവ ഗോസ്വാമി ലൈംഗിക ബന്ധങ്ങൾക്ക് അതീന്ദ്രനായാൽ അദ്ദേഹം നിഷ്കളങ്കനായി പ്രാദുർഭവിച്ചു. യുവതികൾ അവരുടെ സവിശേഷ യോഗ്യതയാൽ തൽക്ഷണം ഇത് മനസ്സിലാക്കിയാൽ അവർ അദ്ദേഹത്തെ ഗൗരവത്തിൽ എടുത്തില്ല. അപ്പോ ഇതിൽ നിന്നും അതീന്ദ്രനായ അതായത് ആയ ഒരു വ്യക്തിക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസം കാണുന്നില്ല. അങ്ങനെ വരുമ്പം അവർ നിഷ്കളങ്കരായിരിക്കും. ഇപ്പോ നമ്മുടെ ഭൗതിക പ്രകൃതിയുടെ പദാർത്ഥങ്ങൾ ഭാഗ്യവർണ്ണം ചെയ്തിരിക്കുന്നത് എതിർലിംഗത്തെ ആകർഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു ബദ്ധാത്മാവ് എപ്പോഴും ഈ ആകർഷണത്തിൽ നിന്നും വ്യാമോഹിതരാണ്. അതേസമയം ഒരു മുക്താത്മാവ് വന്നിട്ട് ഈ വേർതിരിവിനും ഉപരിയാണ് ഒരു മുക്താത്മാവ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗവതം വന്നിട്ട് ഇതില് വ്യാസദേവൻ അദ്ദേഹത്തെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോ വ്യാസദേവൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ പുറകെ പോയത് ഒരിക്കലും നമ്മുടെ വെറുതെ അല്ല. അത് സുഖദേവ ഗോസ്വാമി പോയപ്പോൾ വ്യാസദേവൻ അദ്ദേഹത്തെ പിന്തുടർന്നത് ഒരു വൈഷ്ണവ അസോസിയേഷൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയിലാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത്. അപ്പോൾ വൈഷ്ണവ അസോസിയേഷൻ എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്, അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദരായരും തമ്മിലുള്ള സംഭാഷണത്തില് വൈഷ്ണവ അസോസിയേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത്രയും വിലപ്പെട്ടതാണ് വൈഷ്ണവ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മളെ ശ്രീമദ് ഭാഗവത്തിലെ ചില ശ്ലോകങ്ങളില്
ചില വ്യക്തികളെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകം എന്ന് പറയുന്നത് നമ്മുടെ ശുകദേവ ഗോസ്വാമിയുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് വ്യാസദേവ ഒരിക്കലും അവിടെ വ്യാസദേവനെ താഴ്ത്തി പറഞ്ഞിട്ടില്ല. വ്യാസദേവൻ വന്നിട്ട് വൈഷ്ണവ അസോസിയേഷൻ നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് പുറകിൽ പോയത്. പക്ഷെ അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടാനല്ല ഇവിടെ ശുകദേവ ഗോസ്വാമിയെ ഉയർത്തി പറഞ്ഞിട്ടുള്ളത്. കാരണം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, ശരീരത്തെ കുറിച്ചല്ല, ഒരു ആത്മാവിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണാബോധം ലഭിച്ച ഒരു വ്യക്തി വന്നിട്ട് എപ്പോഴും അവിടെ സ്ത്രീ പുരുഷ ഭേദം കാണിക്കില്ല. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സ്ത്രീയെന്നും പുരുഷനുമുള്ള വേർതിരിവ് ഉണ്ടാകണം, അല്ലാത്ത പക്ഷം അയാൾക്ക് ഒരു ഗൃഹസ്ഥാശ്രമി ആയിരിക്കുക സാധ്യമല്ല. ആകയാൽ സ്ത്രീയെന്നും പുരുഷനും എന്നുള്ള യാതൊരു അഭിനിവേശവും കൂടാതെ ശരീരവും ആത്മാവും തമ്മിലുള്ള വേർതിരിവ് അറിയാൻ ഒരാൾ നിശ്ചയമായും യത്നിക്കണം. അവിധത്തിലുള്ള വേർതിരിവ് നിലനിൽക്കുന്നിടത്തോളം കാലം ശുകദേവ ഗോസ്വാമി പോലെ ഒരു സന്യാസിയായി തീരുവാൻ ഒരുവൻ ഒരിക്കലും ഉദ്യമിക്കരുത്. കുറഞ്ഞപക്ഷം തത്വത്തിലെങ്കിലും ജീവാത്മാക്കൾ സ്ത്രീയോ പുരുഷനോ അല്ലെന്ന് ഒരാൾ നിശ്ചയമായും നിരാവേശമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് ശുകദേവ ഗോസ്വാമി ഈ അവസ്ഥ പ്രാപ്തമാക്കിയ ഒരാളാണ്. അപ്പോൾ ശ്രീല വ്യാസദേവൻ അതീന്ദ്ര പദവിയിലാണെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ സാമാന്യ ആചാര്യ മര്യാദ അനുസരിക്കാൻ മുക്താത്മാവായി ഭാവിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാമാണ് ഈ ശ്ലോകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോ നമ്മുടെ മറ്റ് മുതിർന്ന വൈഷ്ണവരിൽ നിന്നും കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഓരോ ശ്ലോകത്തിന്റെ ഓരോ വരിയിലും, പിന്നെ പ്രഭാത ഓരോ ഭാവാർത്ഥത്തിന്റെ ഓരോ വരിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയുമാണ്. അതുകൊണ്ട് ഞാനിതിപ്പോ നിർത്തുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു അസോസിയേഷന് അവസരം തന്ന കഥാമൃത പ്രഭുവിനും ഐശ്വര്യ മാനസിക്കും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. പുരന്തര ശ്രീമദ് ഭാഗവതത്തിൽ ജയ്. ഹരേ കൃഷ്ണ. താങ്ക്സ് മാതാജി. ഈ ക്ലാസ്സിന് കുറച്ച് പോയിന്റ്സ് ആരെങ്കിലും ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സമയം കുറച്ചുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. ആരെങ്കിലും കുറച്ചും കൂടെ ഈ പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ.